കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവദാസൻ്റെ ദൈവമകളുടെയും മധ്യേ അവിടുത്തെ മാറ്റമില്ലാത്ത വചനവുമായി എന്നെ നിർത്തിയ കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസർക്കും വിശുദ്ധർക്കും ഈ എളിയവൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച ഞാനിവിടെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഒരു വചനത്തെക്കുറിച്ച് ചിന്തിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ പറഞ്ഞ കുറിവാക്യം ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? ഒന്നാം അധ്യായം നമ്മൾ പറഞ്ഞത് അതിന്റെ കുറിവാക്യം അതല്ല. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം. നമ്മെ കൂടാതെ അവർ രക്ഷാപൂർത്തി വരാതിരിക്കേണ്ടതിന് ഏറ്റവും നല്ലൊന്ന് നമുക്കായി കരുതിയിരിക്കുന്നു. അത് പറഞ്ഞിട്ടാണ് ആ ഏറ്റവും നല്ല ഒന്ന് എന്താണെന്ന് എഫേസ്യ ലേഖനത്തിലൂടെ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളെ വായിച്ചുകൊണ്ട് 3 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞിരുന്നത് 1 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കണം. അവിടെ നമുക്കായി കരുതിയിരിക്കുന്നത്, സ്വർഗം കരുതിയിരിക്കുന്നത് എന്താണെന്ന് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവാത്മാവിൻ്റെ ആ ഭാഷയിൽ അത് എഴുതപ്പെട്ടിരിക്കുന്ന പലപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിരുത്തി വായിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന്. എന്നുവെച്ചാൽ എല്ലാവരോടും വീട്ടിൽ പോയത് വായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എത്ര പേര് വായിച്ചു എന്ന് അറിയത്തില്ല. വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് ആ ഏറ്റവും നല്ലൊന്നായി കരുതിയിരിക്കുന്ന 8 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 മാത്രമേ അന്നിവിടെ നമുക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. ആ 2 എന്ന് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. അത് 4-ാം വാക്യമാണ്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആക്കേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനാവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു. ഈ ദത്തെടുപ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമുക്ക് പരിചയമില്ലെങ്കിൽ നമ്മൾ പറഞ്ഞാലും കേട്ടിട്ടുണ്ട്. അതിന് ഒത്തിരി നൂലാമാലകളുണ്ട്. ഒരു കുട്ടിയെ നമുക്ക് ദത്തെടുക്കണമെങ്കിൽ ഒത്തിരി നൂലാമാലകൾ നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രകാരം ഉണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടുള്ള കാര്യം, നമ്മൾ ദത്തെടുക്കുന്ന കുഞ്ഞിന് നമ്മളുടേതായ സകല നന്മകളുടെയും ആ കുഞ്ഞിന് ശിക്ഷണ പരിപാലനം നൽകി നമ്മളുടേതായി വളർത്തി നമ്മളുടെ സർവ്വസമ്പത്തിനും അവകാശിയാണ്. ഈ ഭൂമിയിലെ വ്യവസ്ഥ അതാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുയേശുവിൽ ദൈവം നമ്മളെ ദത്തെടുത്തെങ്കിൽ നമ്മൾ അവകാശികളുമാണ്. അത് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലേ. നമ്മൾ മക്കളെങ്കിൽ അവകാശികളുമാണ്. ആ 8-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ദൈവദാസനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി നമ്മളെ ഈ പിതൃഭവനമൊക്കെ വിട്ട് ദേശക്കവും ചാർച്ചക്കാരെയും ഒക്കെ വിട്ടു പോകണമെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കുറേ കഷ്ടങ്ങളുണ്ട് ഇല്ലേ? കാരണം ഈ നമ്മളെ പിതൃഭവനത്തോടുള്ള ബന്ധം എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് മാറ്റി കളയാൻ പറ്റുന്നൊരു ബന്ധമല്ല. പക്ഷേ അത് മാറ്റിക്കളയാതെ നമുക്ക് ആ ദത്തെടുക്കപ്പെട്ട അവകാശത്തിലേക്ക് നമുക്ക് കടന്നു വരാനും കഴിയത്തില്ല. കാരണം ഈ ഭൂമിയിൽ ദത്തെടുക്കുന്ന അനാഥരെയാണ്. നാഥനുള്ളവരെ അല്ല, പിതാവുള്ളവരെ അല്ല ദത്തെടുക്കുന്നത്. പക്ഷെ നമ്മളെ ദത്തെടുക്കുന്നത്
ഭൗതിക കണ്ണിന് കണ്ടാൽ നമുക്കൊരു അപ്പനും അമ്മയും സഹോദരങ്ങളും ബന്ധുജനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ആത്മീയ കണ്ണിനെ കൊണ്ട് കാണുമ്പോൾ നമ്മളെ ദത്തെടുക്കുന്ന ആരിൽ നിന്നാണെന്നറിയാവോ? നമ്മളെ അടിമയാക്കി വെച്ചിരിക്കുന്ന ദുഷ്ടന്റെ അവകാശത്തിൽ നിന്നാണ് ഒരു ദത്തെടുപ്പ് നമുക്ക് തരുന്നത്. നമ്മള് ഇവിടെ അനാഥരല്ല. എങ്ങനെ? ആത്മീയമായിട്ട് ദൈവദാസൻ പറഞ്ഞ് ഈ ദേശത്ത് വ്യാപരിക്കുന്ന ശക്തികളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതെല്ലാം ഈ ദുരാത്മാവിന്റെ, അതായത് ലൂസിഫറിന്റെ കൂടെ ഭൂമിയിലേക്ക് തള്ളപ്പെട്ട ദൂതഗണങ്ങളും അതാത് ദേശത്ത്, അതാണ് വാഴ്ചകളും അധികാരങ്ങളും എന്ന എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ഈ വാഴ്ചകളും അധികാരങ്ങളും ദേശങ്ങളിൽ ഇങ്ങനെ വ്യാപരിക്കുന്നുണ്ട്. ആ ദേശങ്ങളിൽ വ്യാപരിച്ചിട്ട് ശരിക്കും നമ്മൾ ഭൗതിക മനുഷ്യരായിരിക്കുന്ന നമ്മളിലൊക്കെ, അല്ലെങ്കിൽ നമ്മളുടെ പിതൃഭവനത്തിൽ, പിതാക്കന്മാരിൽ അല്ലെങ്കിൽ സഹോദരങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ച് നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ, നമ്മളുടെ സ്വാഭാവിക ചിന്തയാൽ ചിന്തിച്ചാൽ അവരിൽ പ്രത്യേക കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം ഈ ലോകത്തിന്റെ നീതിക്കനുസരിച്ച് നീതിയോടെ ജീവിക്കുന്നവരാ, അല്ലേ? നമ്മുടെ സഹോദരങ്ങളും ബന്ധുജനങ്ങളും എല്ലാം അങ്ങനെയല്ലേ? പിന്നെ എന്താന്ന് ചോദിച്ചാൽ, അവർ വിശ്വസിച്ച് വരുന്ന ആ സമുദായ കൽപ്പനകൾ, അവർ യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും ശരിക്കും യേശുവിനെ മാറ്റി നിർത്തിയിട്ട് തങ്ങൾക്ക് ഏകരക്ഷകൻ എന്ന ആ ദൈവിക പ്രമാണത്തിൽ നിന്ന് വിട്ടിട്ട് പല രക്ഷകന്മാരെയും പല മധ്യസ്ഥന്മാരെയും പല വീണ്ടെടുപ്പുകാരെയൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട്. അത് അവരെ പഠിപ്പിച്ചു കൊടുത്തവര് പഠിപ്പിച്ച് അടിമയാക്കി വെച്ചിട്ട് ആ ബന്ധനത്തിൽ അവർ കഴിയുകയാണ്. ആത്മീയ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ വചനം നമ്മളെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഇവരിൽ നിൽക്കുന്ന ആ ആദാമ്യ പാപത്തിന്റെ ബന്ധനം നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇല്ലാതെ നമ്മളുടെ ഭൗതിക കണ്ണുകൊണ്ട് നോക്കിയാൽ ആർക്കും ഒരു കുഴപ്പം പറയാൻ പറ്റില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം എന്നെ അങ്ങോട്ട് വിളിച്ച് ഞങ്ങൾ അവിടെ ചെന്നു. പുള്ളി, ഞാൻ സാധാരണ ഇന്നും 5:15 എഴുന്നേക്കും. എന്നിട്ട് ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് അത് ഒരു ദൈവിക കൃപയായിട്ട് ഇപ്പം അത് കൃത്യമായിട്ട് എവിടെ എങ്ങനെ കിടന്നാലും 5:15 എഴുന്നേക്കും. എഴുന്നേറ്റ് അപ്പോഴേ മുഖം കഴി ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കും. പക്ഷേ ഇവന്, എൻ്റെ ചേട്ടൻ, ഞങ്ങളുടെ ഇടപാടാ അങ്ങനെ 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ചെറുപ്പം മുതലേ അങ്ങനെ പഠിച്ച് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അവൻ രാവിലെ 6 മണിക്ക് 5:15 അവനും എഴുന്നേറ്റു. എൻ്റെ വീട്ടിൽ വന്നപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുകൊണ്ട് അവൻ TV വെച്ചില്ല. അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ആ 5:15 എഴുന്നേറ്റ് ഫ്രഷായിട്ട് വന്നിട്ട് 6 മണിക്ക് കുർബാനയുണ്ട്. ഈ കുർബാന കാഴ്ച തുടങ്ങി. കുറച്ചു നേരം ഞാൻ അവിടെ നോക്കിയിരുന്നു. അപ്പോൾ എനിക്കതൊരു അസ്വസ്ഥത തോന്നിയുകൊണ്ട് ഞാനങ്ങ് മാറിയിരുന്നു. അവൻ്റെ സ്വാതന്ത്ര്യം നമ്മൾ അപ്പോഴ് ആ കുർബാന ഒരു പള്ളിയിൽ പോയി അല്ലെങ്കിൽ എങ്ങനെ പങ്കെടുക്കുന്നുവോ അതേ ഭയഭക്തി ബഹുമാനത്തോടു കൂടി കുർബാനയിൽ പങ്കെടുക്കുക. കാരണം വചനം അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ്. വചനം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ആവർത്തിച്ചുള്ള ബലികള് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമാകുന്നില്ല. യേശുക്രിസ്തുവിന്റെ ഏകയാഗത്താലുള്ള പാപപരിഹാരത്തിൽ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പാപത്തിന് പരിഹാരം ലഭിക്കുന്നത് എന്ന് അറിഞ്ഞെങ്കിൽ എന്ത് ചെയ്യാല? ഞാനും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നവനാ. ഞാനും ഇത് ഇങ്ങനെയല്ല. അന്ന് TV ഇല്ല, TVയിൽ കുർബാനയേ ഇല്ല. എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോയി കുർബാന കാണുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന ജീവന്റെ വചനം എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മളുടെ ജീവന് മതിയായതല്ല, നമ്മളുടെ നിത്യജീവനെ തടസ്സപ്പെടുത്താനുള്ള ദുഷ്ടകെണിയാണ്, തന്ത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് വേർപെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പിതൃഭവനത്തിൽ നിന്ന് വേർപെടണമെങ്കിൽ ഹൃദയവേദന അനുഭവിച്ചേ പറ്റുള്ളൂ. നിങ്ങളൊക്കെ പ്രകാരമൊക്കെ അനുഭവിച്ചിട്ടുള്ളവരൊക്കെ കാണും. ജോയിച്ചേട്ടനും മാത്യു സാറിനും ഒക്കെ കൃത്യമായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ, ആയിരുന്ന സമൂഹം വിട്ടിട്ട് നമ്മൾ പുതിയൊരു വിശുദ്ധ കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവരായുള്ളവരൊക്കെ നമ്മളെ നല്ല സ്നേഹത്തോടെ അല്ലേ നമ്മളെ സ്വീകരിച്ചത്, അല്ലേ? വളരെ സന്തോഷത്തോടെ നമ്മളെ സ്വീകരിച്ച അനുഭവം നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഉൾപ്പെടെ എല്ലാവരും. അവൻ കായന്റെ മാർഗം തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ അത്ര സ്നേഹത്തോടെ ഇടപെട്ടത്. പക്ഷേ ഇന്ന് അവർക്ക് ഏതാവശ്യമുണ്ടെങ്കിൽ അവരെന്നെ വിളിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. എന്ന് മാത്രമല്ല,
ഞാൻ നേരെ അവരോട് പറയും, നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ഈ ബന്ധനം, ഈ സമുദായ പാരമ്പര്യത്തിന്റെ ആചാരത്തിന്റെ ബന്ധനം വിട്ടില്ലെങ്കിൽ നിത്യജീവനെ പ്രാപിക്കുകയില്ല, സ്വർഗത്തിൽ നിങ്ങൾക്ക് പൗരത്വം ലഭിക്കുകയില്ല. അപ്പോൾ നമ്മളെ ദത്തെടുക്കുമ്പോൾ നമ്മളെ ബന്ധിച്ചു വെച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെതായ ശ്രേഷ്ഠതകളുടെ ആ മോഹങ്ങൾ നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് ഇതെല്ലാം നല്ലതാണ് നല്ലതാണ് നല്ലതാണ്, നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, പ്രശംസയുണ്ട്, സമുദായമുണ്ട്, ആചാരങ്ങളുണ്ട്, പൗരോഹിത്യമുണ്ട്, നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തികളാൽ നിങ്ങൾ അനുഗ്രഹീതരാണ്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ സ്വർഗത്തിൽ കയറ്റാൻ ശുശ്രൂഷകളുമുണ്ട്. അങ്ങനെ പഠിപ്പിച്ചിടത്തു നിന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചപ്പോൾ ഇതൊന്നും നമുക്ക് നിത്യജീവന് ഉതകുന്നതല്ല എന്ന് മനസ്സിലായത്. നിത്യജീവനാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിത്യജീവനായവനെ നമ്മൾ സ്വീകരിക്കണം. നിത്യജീവനായി, അതായത് മനുഷ്യനെ സൃഷ്ടിച്ച് തന്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ വസിപ്പിച്ച് തന്റെ ആത്മാവിനാൽ നടത്തി ആത്മാവിനെ നൽകിയാണ് അവനെ ഭൂമിയിൽ ആക്കി വെച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ പെരുകി അടക്കി വാഴാൻ പറഞ്ഞു. ഈ അടക്കി വാണുകൊണ്ടിരുന്ന മനുഷ്യനെയാണ് സാത്താൻ ഉപായത്തിൽ, അത് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നമുക്ക് ക്രിസ്തുവിലുള്ള ലാളിത്യവും വിശ്വസ്തതയും സാത്താൻ തന്ത്രത്തിൽ ഹവ്വായെ ചതിച്ചതുപോലെ വിശ്വസ്തതയും ലാളിത്യവും നഷ്ടപ്പെടുത്തുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിന്റെ കാരണം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 11-ാം അധ്യായത്തിൽ 2 കൊരിന്ത്യർ 11-ന്റെ അതിന്റെ 2 മുതലാണ് പറഞ്ഞിരിക്കുന്നത്. ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. എങ്ങനെയാ നമ്മളെ ഈ ക്രിസ്തുവിനോടുള്ള ആ വിവാഹ ബന്ധത്തിൽ നിന്ന്, അല്ലെ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയിൽ നിന്ന്, ഏകാഗ്രതയിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുന്നത് എങ്ങനെയാ? നമ്മുടെ ദേവദാസനോട് സൂചിപ്പിച്ചു പ്രവാചകൻ പറഞ്ഞതിനെ കുറിച്ച്. പിന്നെ അമേരിക്കയ്ക്ക് ശുശ്രൂഷയുടെ തലത്തിൽ ഏത് നീ ഇങ്ങനെ കുറച്ച് പേരോട് ശുശ്രൂഷിച്ചാൽ പോരാ, ആയിരങ്ങളോട് ശുശ്രൂഷിപ്പാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവാത്മാവുള്ളവർക്ക് മനസ്സിലാകും, ആയിരങ്ങളോട് ശുശ്രൂഷിക്കുന്നതല്ല, ഒരു വലിയ ക്രൂസൈഡിൽ പോയി പ്രസംഗിക്കുന്നതല്ല ദൈവത്തിന് പ്രസാദകരം. ഒരു ആത്മാവിനെ ദുഷ്ടന്റെ ബന്ധനത്തിൽ നിന്ന്, പാപത്തിന്റെ കെണിയിൽ നിന്ന് മോചിപ്പിക്കാൻ തക്കവിധം ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞിട്ട്, യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട്, യേശുവിന്റെ രക്തത്താലുള്ള പാപമോചനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ആ ആത്മാവിനെ രക്ഷയിലേക്ക് നടത്തിയാൽ സ്വർഗത്തിൽ വലിയ ക്രൂസൈഡ് നടത്തിയ സ്വർഗം സന്തോഷിക്കുന്ന പറഞ്ഞിട്ടുണ്ടോ? വലിയ സുവിശേഷ യോഗം കൺവെൻഷൻ നടത്തിയാൽ ദൈവം പ്രസാദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദൈവം സ്വർഗം പ്രസാദിക്കണമെങ്കിൽ ഒരു പാപിയുടെ മാനസാന്തരം അത് സാധ്യമാകുമാറ് ദൈവത്തിന്റെ വചനത്തെ വ്യക്തി നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ നമ്മളുടെ വിശുദ്ധിയിൽ നമ്മൾ ഇപ്പോഴും നിലനിൽക്കുന്നുവോ എന്നാണ് ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരെന്താണ് എന്ന് ചിന്തിക്കേണ്ട കാര്യം നമുക്കില്ല. പിന്നെ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് അവര് നമ്മളുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് എല്ലാവരും തന്നെ ചിന്തിക്കുന്നവരായിരിക്കും. എങ്കിലും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് ശോധന ചെയ്യാനാണ്. കാരണം നമ്മൾ എവിടെയാണ് വസിക്കുന്നത്? ഈ ദുഷ്ടന്റെ അധീനതയിലുള്ള സകല ലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. ഈ ദുഷ്ടന്റെ അധീനതയിലുള്ള ലോകത്തിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞ് നിഷ്കളങ്കരും നിർമ്മലരുമായി ജ്യോതിസുകളെ പോലെ തേജസ്സുള്ളവരാകണം. എങ്ങനെയാ ജ്യോതിസുകളെ പോലെ തേജസ്സുള്ളവരാകുന്നത്? നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് ഇന്ന് ലോകം കാണിക്കുന്ന ജീവിതത്തിന്റെ ആർഭാടങ്ങളും മോടികളും, നല്ല വീട്, നല്ല സാമ്പത്തിക സ്ഥിതി, നല്ല ജോലി, നല്ല വാഹനം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ജ്യോതിസുകളായി, തേജസ്സുള്ളവരായി അല്ലെങ്കിൽ ബഹുമാന്യരായി എന്നാണ് ലോകം പഠിപ്പിക്കുന്നത്. അതാണ് മറ്റൊരു സുവിശേഷം. ഞങ്ങൾ പറയാത്ത മറ്റൊരു സുവിശേഷം അല്ലെങ്കിൽ മറ്റൊരാത്മാവ്, മറ്റൊരു യേശു, അതാണ്.
ആ സ്ഥാനത്ത് തേജസ്സുള്ളവരെങ്ങനെയാ, ദൈവത്തിന്റെ തേജസ്സുള്ളവരെങ്ങനെയാണെന്നറിയാവോ? യേശുവിന്റെ സ്വഭാവമുള്ളവരായി വിനയവും വിവേകവും ആത്മസംയമനവും ക്ഷമിക്കുന്ന സ്നേഹം നൽകുന്നവരും. യേശു പറഞ്ഞ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കാതെ എങ്ങനെയാ സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുന്നത്. നമ്മളിൽ ഇന്ന് ആ സ്നേഹമുണ്ടോ? നമ്മളിൽ ഇന്ന് ആ സ്നേഹമുണ്ടോ? പലപ്പോഴും നമ്മളവിടെ പല ന്യായങ്ങളും കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ഞാൻ സഭ വിട്ടപ്പോൾ അവരങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്നോട് അവരിങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇടപെട്ടാൽ മതി, അല്ലെങ്കിൽ അവരവരുടെ കാര്യം നോക്കട്ടെ. നമുക്ക് അവരോട് വചനം പറയുവാൻ, അവരുമായിട്ട് ബന്ധപ്പെടുവാൻ ദൈവം നമ്മുടെ സന്നിധിയിൽ ഒരവസരം ഒരുക്കി തരുമ്പോൾ ആ അവസരം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ആ ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ അവിടെ എങ്ങനെയാകണം? ജ്യോതിസുകളെ പോലെ എങ്ങനെ ദൈവാത്മാവിന്റെ നടത്തിപ്പുള്ള ജ്ഞാനവും വിവേകവുമുള്ളവരായി അവർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിന്മേൽ ദൈവഹിതം എന്താണെന്ന് അവരോട് പറയുവാൻ, അല്ലെങ്കിൽ നന്മയുടെ വഴികളിലേക്ക് അവരെ ആവശ്യമാകുന്ന സപ്പോർട്ട് ചെയ്യുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ എങ്ങനെയാകുക? അല്ലെ, നമ്മൾ വലിയൊരു ഇപ്പം ഇന്നോവയിലോ അല്ലെങ്കിൽ ഏറ്റവും കൂടിയ വാഹനത്തിലൊക്കെ ഇങ്ങോട്ട് കടന്നു ചെന്നാലും അവരൊക്കെ അത്രയൊക്കെ മെയിൻ ചെയ്യുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ ഈ ലോകത്തിൻ്റെതായ എന്നാ സമ്പന്നത പ്രകടമാക്കിയാലും ആരും അത്രയ്ക്കേ മൈൻഡ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഇന്ന് എല്ലാവരും അംബാനിയും അദാനിയും ഒക്കെ ആരാധിക്കേണ്ടതായിരുന്നു. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവരും ഇന്ന് അല്ലെങ്കിൽ നമ്മുടെ ലുലുമാളിൻ്റെ യൂസഫ് അലിയൊക്കെ അവരെയൊക്കെ ആരാധിക്കണ്ടേ? ലോകത്തിന്റെ മനോഹരം എന്ന് പറഞ്ഞാൽ അവർക്ക് സമ്പത്തുണ്ട്, അവരെന്താണ് ചെയ്തോട്ടെ. ഇവരെ കുറിച്ച് ആരും ചിന്തിക്കുന്നു? ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ രക്ഷ എന്താണ്, വീണ്ടെടുപ്പ് എന്താണ്, അല്ലെങ്കിൽ നമ്മളെ പുത്രത്വത്തിലാക്കി വെക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ അറിയണമെങ്കിൽ യേശു തന്റെ അവസാനത്തുള്ളി രക്തവും ചിന്തിയിട്ടാണ് എന്ത് തന്നത്? നമുക്ക് വീണ്ടെടുപ്പ് തന്നത്, നമ്മളെ ദത്തെടുത്തത്. ചുമ്മാ നമ്മളെ ദത്തെടുത്തിട്ട് നിങ്ങൾ ഇനി പോരെന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിലല്ല. ഒരു വ്യവസ്ഥയുണ്ട്, എന്നാന്നറിയാവോ? അവനിൽ വിശ്വസിക്കുന്നവർ അവൻ ജീവിക്കുന്നത് പോലെ ജീവിക്കേണ്ടതാകുന്നു. പക്ഷേ നമ്മൾ ഇതൊക്കെ ശോധന ചെയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് വേണേ പറയാം, അവരങ്ങനെയാണ്. കാരണം ഈ പെന്തക്കോസ് വിഭാഗത്തിൽ പോലും ഇന്ന് ദൈവദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ സമൃദ്ധിയുടെ സുവിശേഷം കൊണ്ട് സമ്പന്നരാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ജീവിക്കുന്നത്. സമൃദ്ധിയുടെ സുവിശേഷം, അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് അങ്ങോട്ട് വാചാലമായി പ്രസംഗിക്കും. കേൾക്കുന്നവർക്ക് കർണരസകമാകുമാറ് ഉള്ള പ്രസംഗം. കാരണം ഇപ്പം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികളെ സകല തടസ്സങ്ങളും മാറ്റും, നിങ്ങൾ ഉന്നതങ്ങളിൽ, അതെ, നിങ്ങളെ വാലല്ല തലയത്രേ ആക്കും. ലോകത്തിന്റെ തലയെന്ന് പറയുന്നത് ആരാ? ദൈവമക്കളാ. ദൈവമക്കൾ ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ ഈ ഭൂമി ഇന്ന് ദൈവകോപത്തിന് വിധേയപ്പെട്ടേനെ. കാരണം നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട് കർത്താവായ യേശു രണ്ടാമതും വരും, ഈ ഭൂമിയുടെ മേൽ ന്യായവിധി നടത്തും. വെളിപ്പാട് പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് നല്ല പ്രസംഗങ്ങളുണ്ട്, ഇല്ലേ? യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ഒക്കെ. അത് നടക്കാത്തത് എന്തുകൊണ്ടാ? അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടാത്ത, തിമോത്തിയുടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടാത്തത് അതിന് തടസ്സം നിൽക്കുന്നവൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാത്തത് കൊണ്ടാണ്. അതായത് ദൈവാത്മാവുള്ള ദൈവമക്കൾ ഇന്ന് ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ് അധർമ്മമൂർത്തി അവന്റെ ആധിപത്യം ഇവിടെ തൊടാത്തത്. അവന്റെ വ്യാപാര ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അത് ഇന്നും ഇന്നലെ അല്ല. ആദാമിനെ എന്ന് അവന്റെ ഉപദേശത്തിന് കീഴ്പ്പെടുത്തിയോ അന്ന് മുതൽ. അതിന്റെ കാരണം എന്നാണെന്നറിയാവോ? ആദാമിനെ ഇവൻ കീഴ്പ്പെടുത്താനുള്ള കാര്യം എന്നാണെന്നറിയാവോ? ലൂസിഫറിന് ഭൂമി മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല, ഭൂമി ലൂസിഫറിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ലൂസിഫറിനെ സൃഷ്ടിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നീ വെട്ടേറ്റ് ഭൂമിയിൽ നിലത്ത് വീണു,
എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ അഹങ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ വെട്ടിക്കളഞ്ഞിട്ട് അവനെ ഭൂമിയിലേക്ക് വിട്ടിട്ട് പറഞ്ഞു, നീ ഭൂമിയിൽ പോയി ദൈവത്തിന്റെ രാജ്യം അവിടെ സ്ഥാപിക്കണം, ദൈവത്തിന്റെ ഇഷ്ടം നടക്കുന്ന രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കണം എന്ന് പറഞ്ഞാണ് അവന് ഭൂമി ഒരുക്കി കൊടുത്തത്. സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം കഴിഞ്ഞിരുന്നവനെ അവിടുന്ന് മാറ്റിക്കളഞ്ഞു, താഴ്ത്തിക്കളഞ്ഞു. അന്ന് അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ഭൂമി. ഈ ഭൂമിയിൽ അവന്റെ ആധിപത്യം പിന്നെയും ദൈവത്തോടുള്ള മത്സരം മുറുകി. ഭൂമിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ അത്യുന്നതിന് മേലെ എൻ്റെ സിംഹാസനം വയ്ക്കും, ഞാൻ അവന് സമനാകും, മഹോന്നതങ്ങളിൽ ഞാൻ വാണരുളും. അങ്ങനെ മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ഭൂമിയിൽ നിന്ന് ലൂസിഫറെ പുറന്തള്ളി. ലൂസിഫറിനെയും അല്ലെങ്കിൽ ദുഷ്ടാത്മസേനയും അവന്റെ കിങ്കരന്മാരെ അവനോട് കൂടെ ശിക്ഷിക്കപ്പെട്ടവരെ ഭൂമിയിൽ നിന്ന് പുറന്തള്ളി അവരെ എവിടെ വിട്ടെന്നറിയാവോ? അന്തരീക്ഷത്തിൽ വിട്ടു. അതാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ അന്തരീക്ഷത്തിന്റെ അധിപന്മാര്. അവർക്ക് ഭൂമിയിൽ പ്രവേശിക്കാനുള്ള അവസ്ഥ നിഷേധിച്ചുകൊണ്ട് ഭൂമിയെ വെള്ളത്താൽ പൊതിഞ്ഞ് ആർക്കും വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഭൂമിയെ മാറ്റി. ആ ഭൂമിയെ തിരിച്ചു വിളിച്ചിട്ട് മനുഷ്യന് വസിക്കാൻ തക്ക കാലാവസ്ഥയും എല്ലാ അന്തരീക്ഷ ഘടനകളും ഉണ്ടാക്കി ഈ ലൂസിഫർ വസിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ മാറ്റിയിട്ട് അതിനെ രൂപാന്തരം വരുത്തിയിട്ടാണ് ഭൂമിയെ വീണ്ടും മനുഷ്യനെ ഇവിടെ വസിപ്പിച്ചിട്ട് ഇവിടെ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കാൻ നിങ്ങൾ ഭൂമിയിൽ പെരുകി വാഴാൻ കർത്താവ് പറഞ്ഞത്. അതാണ് സാത്താൻ ഈ ഭൂമിയിൽ ഏതനെ ചുറ്റി നടന്നിട്ട് എങ്ങനെ മനുഷ്യനെ വീഴിക്കാമെന്ന് ചിന്തിക്കുകയും അങ്ങനെ ഹവ്വായെ തനിച്ച് കിട്ടിയപ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ ബന്ധത്തിൽ നിന്ന് വിട്ടുകിട്ടിയപ്പോൾ അവന്റെ ഉപദേശം കൊടുക്കുകയും ആ ഉപദേശത്താൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ അവർ സാത്താന് വിധേയപ്പെടുകയും ചെയ്തു. ആ വിധേയപ്പെട്ട മനുഷ്യനെ അവനിൽ അന്ന് മരിച്ചത് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന നാളില് നീ മരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞത് ശരിയാണോ, അല്ലെ ദൈവം കൽപ്പിച്ചിരിക്കുന്നത് ശരിയാണോ എന്ന് നിന്റെ ബുദ്ധിയിൽ നീ ആലോചിക്കുന്ന നാളിൽ നീ ദൈവവുമായിട്ടുള്ള ബന്ധം വിടും. അങ്ങനെ അവൻ ആത്മീയ മരണം പ്രാപിച്ച മനുഷ്യനെ വീണ്ടും ദത്തെടുത്ത് ദൈവമക്കളാക്കുവാൻ, ഈ ഭൂമിയിൽ അവർക്ക് വാസം ചെയ്യുവാൻ കഴിയാത്ത ദുഷ്ടന്റെ അധീനതയിൽ നിന്ന് അവരെ വീണ്ടെടുപ്പാനാണ് ആര് വന്നത്? ദുഷ്ടന്റെ പ്രവൃത്തി അഴിപ്പാനത്രേ മനുഷ്യപുത്രൻ വന്നത്. അങ്ങനെയാണ് നമ്മളെ ദത്തെടുത്ത് വീണ്ടും സ്വർഗത്തിൽ ഇരുത്തുവാൻ ദൈവം തീരുമാനിച്ചത്. അപ്പോൾ അതിനൊരു വ്യവസ്ഥയെ പറഞ്ഞിട്ടുള്ളൂ. എന്താണെന്നറിയാവോ? അവനിൽ വിശ്വസിക്കുക. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 36-ാം വാക്യമാണെന്ന് തോന്നുന്നു. തന്നെ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അതിന്റെ തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം 3 തന്നെയാണ് 16 അല്ലേ? അത് തന്നെ. ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ നമ്മളിൽ നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട്, അനുസരിക്കാത്തവരോ ജീവനെ കാണുകയില്ല. മാത്രമല്ല, പിന്നെ ഒന്നുകൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? ദൈവത്തിന്റെ ക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ഈ ദൈവത്തിന്റെ ക്രോധം ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ്
അതായത് ദൈവത്തിന്റെ ന്യായവിധി ഈ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് നമ്മൾ നിത്യജീവനെ അവകാശമാക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. കാരണം നിത്യജീവൻ അവനാ. സത്യദൈവവും നിത്യജീവനും യേശുക്രിസ്തു മാത്രമാണ്. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ രക്ഷകനും നാഥനുമായി കൈക്കൊള്ളുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്മളെ ദത്തെടുത്ത് സ്വർഗത്തിലാക്കുക. സ്വർഗത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ? അവകാശികളാണ് അല്ലേ? പക്ഷെ എത്രത്തോളം നമ്മൾ അവകാശികളാവുന്നുണ്ട്? നമ്മളെ വീടിന്റെ അവകാശികളാ അല്ലേ? അല്ലേ? പിതൃസ്വത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കൈകാര്യം ചെയ്യാന് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും? ധൂർത്തപുത്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവകാശമായി ചോദിച്ച് മേടിച്ചെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. പക്ഷേ ആ മൂത്ത പുത്രൻ അവിടെ പിതൃഭവനത്തിൽ എങ്ങനെയാ നിന്നിരുന്നത്? പിതാവിന്റെ ഇഷ്ടം ചെയ്താൽ അവൻ പരാതി പറയുന്നുണ്ട്, ഞാൻ ഇക്കാലം അത്രയും നിന്നോട് കൂടെ നിന്നിട്ട് എൻ്റെ കൂട്ടുകാരുമൊത്ത് സന്തോഷിപ്പാൻ നീ എനിക്കൊരു കുഞ്ഞാടിനെ പോലും തന്നില്ല എന്ന് പറഞ്ഞാല് അവന്റെ ഇഷ്ടത്തിന് അവിടെ യാതൊരു പ്രസക്തിയും ഇല്ലായിരുന്നു. അപ്പൊ പിതാവ് അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിനക്ക് എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ഈ അവസ്ഥ നമുക്ക് കിട്ടിയിട്ടും നമ്മൾ ഇന്നും പിതാവിന്റെ ഇഷ്ടത്തിനല്ല, നമ്മളുടെ ഇഷ്ടത്തിന് സ്വത്ത് കൈകാര്യം ചെയ്യാനാണ് നമ്മുടെ ആഗ്രഹം. ഇന്ന് ആ ക്രയവിക്രയം ചെയ്യുന്നവർ ബഹുഭൂരിപക്ഷം പേരും, അതായത് ദൈവമക്കളും ദൈവദാസന്മാരും എന്ന് അവകാശപ്പെടുന്ന ബഹുഭൂരിപക്ഷം പേരും ഇന്ന് ക്രയവിക്രയം ചെയ്യുന്നത് എങ്ങനെയാ? സ്വന്തം ഇഷ്ടത്തിനാണ്. ദൈവാത്മാവിന്റെ ആലോചന പ്രകാരമല്ല. ഈ വലിയ ക്രൂസൈഡൊക്കെ നടത്തി അത്ഭുതകരമായ രോഗസൗഖ്യവും വിടുതലും നൽകിയിട്ട് അവരെക്കുറിച്ച് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് നമ്മളെന്നല്ല ആരും അതിനെക്കുറിച്ച് നടക്കുമ്പോൾ ഭയങ്കര അത്ഭുതം നടന്നതായിട്ട് ഭയങ്കര പബ്ലിസിറ്റി കൊടുക്കും. ഈ അത്ഭുതം പ്രാപിച്ചവർ, അത്ഭുത രോഗസൗഖ്യം പ്രാപിച്ചവരും തങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് അവകാശപ്പെടുന്നവരും കുറച്ച് നാളുകൾക്ക് ശേഷം അവരെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിക്കണം. അവരാ പഴയ അവസ്ഥയിലേക്ക് പിന്നെയും മാറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ നമുക്കറിയാൻ കഴിയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനെ ഉയർത്തേണ്ടതിന് പകരം യേശുവിൻ്റെ ആളാണ് അല്ലെങ്കിൽ ദൈവമകനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന എന്നെ തന്നെ ഒന്ന് മഹത്വീകരിപ്പാൻ എന്ത് ചെയ്യും? ഇങ്ങനെ വലിയ പബ്ലിസിറ്റികൾ കൊടുക്കും. ഇന്നെല്ലാം ഈ PR വർക്ക് പബ്ലിസിറ്റി കൊണ്ടാണല്ലോ എല്ലാ കാര്യങ്ങളും. മനുഷ്യനെ മോഹിപ്പിക്കുന്ന സകല കാര്യങ്ങളും അങ്ങനെയല്ലേ? ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ഇപ്പം മൈജിയുടെ ഒരു പുതിയ പരസ്യം കണ്ടിട്ടില്ലേ? അടുത്ത ദിവസം TV-യിലെങ്ങും എല്ലാ വീട്ടിലും വാഷിംഗ് മെഷീൻ, എല്ലാ വീടുകളിലും വാഷിംഗ് മെഷീൻ. കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും എന്തൊരു നല്ല ഉദ്ദേശമാണ് അല്ലേ? എല്ലാ വീടുകളിലും വാഷിംഗ് മെഷീൻ കൊടുക്കുക, അതിന് അവർ ലോൺ സൗകര്യം കൊടുക്കുന്നുണ്ട്, പലിശയില്ല. അതിൻ്റെ പിന്നിലുള്ള എന്താ? പിന്നിലുള്ള അവരുടെ ലക്ഷ്യം എന്താ? അവരുടെ ഉൽപ്പന്നം വിറ്റ് പോകണം. അവരുടെ ഉൽപ്പന്നം വിറ്റ് പോകണം. അല്ലാതെ ഈ വാഷിംഗ് മെഷീൻ കൊണ്ടുപോയിട്ട് ആ വീട്ടുകാരൻ നന്നാകണോ എന്നുള്ള ആഗ്രഹത്തിലാണോ കൊടുക്കുന്നത്? ആണോ? അല്ല, അവരുടെ ഉൽപ്പന്നം വിറ്റ് പോകണം. ഇതാണ് ബിസിനസിന്റെ ടെക്നിക്ക്. ആ ടെക്നിക്ക് തന്നെയാണ് ഇന്ന് സുവിശേഷ വേലക്കാരെന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം പേരും ചെയ്യുന്നത്. കാരണം എന്നാണെന്നറിയാവോ? ഉദരമാണ് അവരുടെ ദൈവം, നാശമാണ് അവരുടെ അന്ത്യം. അവർക്കൊക്കെ അവരുടെ സുഖജീവിതത്തിന് വേണ്ടി ദൈവവചനത്തെ വിൽക്കുക. ദൈവവചനത്തെ എങ്ങനെ വിൽക്കുന്നു? എല്ലാവരെയും അങ്ങ് മോഹിപ്പിക്കുകയാണ്, വചനം കൊടുത്ത് മോഹിപ്പിക്കുകയാണ്. കർത്താവ് ഇപ്പം നിങ്ങളെ അങ്ങ് അനുഗ്രഹിക്കും, നിങ്ങൾ 1 കൊടുത്താൽ 10 നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അമർത്തി കുലുക്കി വലിയൊരളവ് നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. വചനമൊക്കെ എടുത്ത് അങ്ങ് ഉദ്ധരിക്കും. കർത്താവ് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? അല്ല, കർത്താവ് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന സമ്പത്ത് എന്താണെന്നറിയാവോ? നമ്മളിത് പലരെയും മനസ്സിലാക്കിയിട്ടില്ല. ഈ ഭൂമിയിൽ തല ചായ്ക്കാൻ ഇടവില്ലാത്തവൻ, നികുതിപ്പണം കൊടുക്കാൻ പൈസ ഇല്ലാത്തവൻ. യേശുവിന്റെ ജീവിതം അങ്ങനെയല്ലേ? അല്ലേ? യേശുവിന് തല ചായ്ക്കാൻ ഇടമില്ലായിരുന്നു, നികുതി പണം കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു.
അങ്ങനെ ഈ ലോകത്തിൽ ഒന്നുമില്ലാത്തവൻ ഈ ലോകത്തിലുള്ളത് തന്ന് നമ്മളെ പോഷിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആ പറയുന്നവൻ ആരാ? കർത്താവ് ലൂക്കാസുവിശേഷത്തിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അന്വേഷിപ്പിൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുന്നവന് ലഭിക്കും. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മക്കൾ അപ്പം ചോദിച്ചാല് പാമ്പിനെ കൊടുക്കുവോ, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുവോ? ദുഷ്ടരായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനോട് ആത്മാവിനെ ചോദിക്കുന്നവർക്ക് എത്ര അധികം. അപ്പൊ എന്താ കർത്താവ് തരുന്നത്? കർത്താവ് തരുന്നത് എന്താ? കർത്താവിനുള്ളത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളിൽ തന്നു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിലെ സകല സമ്പത്തിനും നമ്മൾ അവകാശികളാണ്. പുത്രത്വത്തിന്റെ അവകാശം. പക്ഷേ നമ്മൾ ഇന്നും ശുശ്രൂഷിക്കുമ്പോൾ ഈ ചില ഭാഗം മുറിച്ചു കളയും. എന്താണെന്നറിയാവോ? ചോദിപ്പിൻ ലഭിക്കും, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും. അത്രയും മാത്രമേ പറയുള്ളൂ. അല്ലേല് ദോഷികളായ നിങ്ങൾ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകുന്നതിനെ കുറിച്ച് പറയും. പക്ഷെ ദൈവത്തോട് ചോദിക്കേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണെന്ന് പറയല. അപ്പം നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ മൈജിക്കാർ പറയുന്ന പോലെ എൻ്റെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ടൊരു കർത്താവെ എനിക്കൊരു വാഷിംഗ് മെഷീൻ തരണേ, അല്ലെങ്കിൽ കർത്താവെ എൻ്റെ വണ്ടി ഇപ്പം ഇച്ചിരി നല്ല മെച്ചപ്പെട്ട ഒരു വണ്ടി തരണേ, അല്ലെങ്കിൽ എൻ്റെ ജീവിത വരുമാന വഴികളിൽ തരണേ. കർത്താവ് നമ്മളോട് വാഗ്ദത്തം പറഞ്ഞിരിക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യകമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. മക്കൾക്കുള്ള അവകാശം അതാ. നമ്മൾ എന്തുടുക്കും, അല്ലെങ്കിൽ എന്ത് ഭക്ഷിക്കും, എവിടെ കിടക്കും, എങ്ങനെ ജീവിക്കും, ഇതാണ് നമ്മളെ ഭാരപ്പെടുത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടുകയും അന്വേഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ പുത്രത്വത്തിന്റെ ആത്മാവിൽ എൻ്റെ പിതാവ് ഈ അഖിലാണ്ടത്തെ മെനഞ്ഞവൻ എൻ്റെ അപ്പനായതുകൊണ്ട് അപ്പൻ എന്നെ പോഷിപ്പിച്ചോളും, അപ്പൻ്റെ സ്വത്തിന് ഞാൻ അവകാശിയാണെന്നുള്ള ആ ചിന്തയല്ല, ആ ആവശ്യമല്ല നമ്മളുടെ. അപ്പസ്തലൻ അത് പറയുന്നുണ്ട്. വരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഏറ്റവും ശ്രേഷ്ഠമായതിനായി വാഞ്ചിപ്പിൻ. നമ്മൾ അങ്ങനെയാണോ? ഞാനിത് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് എന്താണെന്നറിയാവോ? നമ്മളെ വിളിച്ചിരിക്കുന്നത് പൗലോസപ്പസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഭൂമിയിലെ ചപ്പും ചവറുമായതിനെ അന്വേഷിപ്പാനല്ല, ചപ്പും ചവറുമായതിനെ സമ്പാദിക്കാനല്ല, ഏറ്റവും ശ്രേഷ്ഠമായതിനെ. അതാണ് യേശു പിന്നെ ഉപമ പറഞ്ഞത്. നിധി മറഞ്ഞിരിക്കുന്ന വയൽ കണ്ടെത്തിയവൻ എന്ത് ചെയ്തു? തനിക്കുള്ളതെല്ലാം വിറ്റ് നമ്മള് അതിനെക്കുറിച്ച് അങ്ങ് പറയുമ്പം നിധി മറഞ്ഞിരിക്കുന്ന വയൽ കിട്ടിയവൻ ലോട്ടറി അടിക്കുന്നവന് തുല്യമല്ലേ? അല്ലേ? ശരിയല്ലേ? നല്ലൊരു നിധി കിട്ടിയാല് ഇത് നമ്മളെ ജീവിതത്തിന്റെ നിലവാരത്തില് സർവസമ്പന്നരുമാവും അല്ലേ? പക്ഷേ അപ്പസ്തലനായ പൗലോസിനും ആ നിധി കിട്ടി. മറഞ്ഞിരുന്ന നിധിയെ, ആ മറഞ്ഞിരുന്ന മർമ്മത്തെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ മർമ്മം എന്താണെന്ന് പിന്നെ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. ആ മറഞ്ഞിരുന്ന മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ആ നിധിയായ മർമ്മം വെളിപ്പെട്ട് കിട്ടിയ അപ്പസ്തോലനായ പൗലോസിന്റെ ജീവിതത്തെ നമ്മൾ എടുത്തുനിന്ന് ശോധന ചെയ്തിട്ട് വേണം നമുക്ക് ആ നിധി കിട്ടിയോ ഇല്ലയോ. കാരണം അന്നത്തെ യഹൂദരിൽ സമ്പന്നരിൽപ്പെട്ടവനായിരുന്നെന്നാണ് അപ്പസ്തോലനെ കുറിച്ച് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വചനത്തിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല കേട്ടോ. വചനത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും രേഖപ്പെടുത്തിയിട്ട് അപ്പസ്തോലൻ പറയുന്നുണ്ട്, ഞാൻ പരിസയൻ, യഹൂദരിൽ പ്രമാണി, ഗമാലിയലിന്റെ വാദപീഠങ്ങളിൽ നിന്ന് നിയമം പഠിച്ചവൻ, വചനം സംബന്ധിച്ച് എരിവുള്ളവൻ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലേ? പക്ഷെ എനിക്ക് എൻ്റെ അപ്പനെ കപ്പലുടമയായിരുന്നു എവിടെയെങ്കിലും വായിച്ച് നമ്മൾ കേട്ടിട്ടുള്ളൂ. ശുശ്രൂഷ പ്രാസംഗികര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ പൗലോസിന്റെ പിതാവിന് കപ്പൽ ഉടമയായിരുന്നു, വലിയ സമ്പത്തുണ്ടായിരുന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ആ മറഞ്ഞിരിക്കുന്ന മർമ്മം അല്ലെങ്കിൽ മർമ്മം ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ആ മർമ്മം വെളിപ്പെട്ട അപ്പസ്തോലൻ തന്റെ സഹനത്തെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വേണം ഇപ്പം ആ ഭാഗം എടുത്തു തരാം. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിലാണ് നമ്മൾ പോയി വായിച്ചത്. അതിന്റെ താഴോട്ടുള്ളത് വായിച്ചാൽ 16 തൊട്ട് വായിച്ചാൽ, ആരും എന്നെ ബുദ്ധിഹീനൻ എന്ന്
അത് 16 തൊട്ട് 33 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്. 23-ാം വാക്യത്തിൽ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്ന് കുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ സംഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും. അപ്പോഴ് ആ നിധി ഒളിഞ്ഞിരിക്കുന്ന വയൽ കണ്ടെത്തിയ അപ്പസ്തോലന്റെ ജീവിതത്തെ കുറിച്ചാണ് അപ്പസ്തോലൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മളെ ദുഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കന്ന് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ഇന്നും ആ പ്രയാസം ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് വളർന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവരിപ്പോഴും അവരൊന്നിച്ചു കൂടുന്നിടത്ത് അവർ ശ്രേഷ്ഠന്മാരെന്നാണ് അവർ ഭാവിക്കുന്നത്. അല്ലേ? ദേവദാസൻ സൂചിപ്പിച്ചപ്പോൾ അവരെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ കർക്കശമായിട്ട് ഉപേക്ഷിച്ചേ പറ്റുള്ളൂ. കർക്കശമായിട്ട് ഉപേക്ഷിക്കണം, നേരെ പറയണം. അതാണ് ദൈവമക്കളുടെ സാക്ഷ്യം. കഴിഞ്ഞ അവസാനത്തെ ഞായറാഴ്ച ഞാനിവിടെ ആദ്യത്തെ ഞായറാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഞായറാഴ്ച ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ബസ്സിൽ ഇരുന്നപ്പോൾ തന്നെ വിളിച്ച് എൻ്റെ ചാച്ചൻ്റെ അനിയൻ സീരിയസ് ആണ് എന്നും പറഞ്ഞു. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പോയി, വൈകിട്ട് ചെന്ന് പുള്ളിയെ ജീവനോടെ സുബോധത്തോടെ കണ്ടു. വലിയ വർത്തമാനമൊന്നും പറയാൻ പറ്റിയില്ല. പുള്ളി ആകെ വേദനയാലൊക്കെ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. അന്ന് വൈകിട്ട് മരിച്ചു. പിറ്റേ ദിവസം ബോഡി വീട്ടിൽ കൊണ്ടുവന്നു. അതിൻ്റെ പിറ്റേ ദിവസം അടക്കി എല്ലാത്തിനും പോയി നമ്മളുടേതായ രീതിയിൽ പങ്കെടുത്തു. 4 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ മകൻ എന്നെ വിളിച്ചു, ചാച്ചൻ്റെ 9 ആചരിക്കും. ഞാൻ പറഞ്ഞടാ, എൻ്റെ അപ്പം മരിച്ചിട്ട് ഞാൻ അതിന് പങ്കെടുത്തിട്ടില്ല. എൻ്റെ അപ്പനും അമ്മയും മരിച്ചിട്ട് ഞാനതിന് പങ്കെടുത്തിട്ടില്ല. എൻ്റെ അപ്പം മരിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് പച്ചടിക്ക് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോൾ അനിയൻ അച്ഛനാന്ന് അവനോട് പറഞ്ഞിട്ടില്ലേ, അവൻ വന്നിട്ട് പറഞ്ഞു, ചാച്ച നാളെ കഴിഞ്ഞ് ചാച്ചൻ്റെ കുർബാന. ഞാൻ ചോദിച്ചാൽ അത് എന്നതാടാ ചാച്ചൻ്റെ കുർബാന? അവരൊന്നും മിണ്ടിയില്ല. കാരണം അറിയത്തില്ല കുർബാന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. ഇവർ സത്യത്തിൽ ഈ ചെയ്യുന്ന എന്താണെന്ന് അവർക്കറിയത്തില്ല. അവരെ അവരുടെ സമുദായം പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ. എന്നുവെച്ചാൽ ഞാൻ കുർബാനയെ ഒപ്പീസ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചടാ, 82-ാമത്തെ വയസ്സിലാണ് എൻ്റെ ചാച്ചൻ മരിച്ചത്. മരിക്കുമ്പോൾ കാലിൻ്റെ 2 മുട്ടയിലും നല്ല തഴമ്പാണ്. കാരണം എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമായിരുന്നു. എല്ലാ ഞായറാഴ്ചയിലും എല്ലാ ദിവസവും പുള്ളി ക്ഷീണിതനായി വീഴുന്നത് വരെ, പള്ളിയിലാണ് പുള്ളി തല ഇറങ്ങി വീഴുന്നത് വരെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. പള്ളിയിൽ പോകുക മാത്രമല്ല, സംസാരിച്ച് കുർബാനയെ സ്വീകരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞടാ, ഈ 82 വയസ്സ് വരെ ഒരു സമുദായത്തിൻ്റെ സഭയുടെ സകല ആചാര അനുഷ്ഠാനങ്ങളും ആചരിക്കുകയും അനുസരിക്കുകയും സഭ പറയുന്നത് എല്ലാം ചെയ്തിട്ടും ആ ആത്മാവ് നിത്യജീവനെ പ്രാപിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാടാ ഇതിൽ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു. അവിടെയാണ് നമ്മൾ ആരായിട്ടിരിക്കേണ്ടത്. ദൈവവചനത്തിന് വിരുദ്ധമായിട്ട്, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ആര് തന്നെ നമ്മളെ പ്രേരിപ്പിച്ചാലും, ആര് തന്നെ നമ്മളെ ക്ഷണിച്ചാലും, ദൈവവചനപ്രകാരം അത് തെറ്റാണ് എന്ന് പറയുവാൻ തക്ക ആർജവത്വം നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ എന്താകുന്നത്? മക്കളെന്ന അവകാശികളാകുക. കാരണം എൻ്റെ അപ്പനെ കുറിച്ച്, ഭൗതിക കാര്യങ്ങളെ കുറിച്ച് എൻ്റെ അപ്പനെ കുറിച്ച് ഞാൻ അഭിമാനത്തോടെ പറയും. എൻ്റെ അപ്പൻ ആനക്കാട്ടി വന്നതാ, എൻക്രോച്ച് കയറിയതാ. ഒന്നുമില്ലായ്മയിൽ നിന്ന് അപ്പനും അമ്മയും കൂടെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്, ഞങ്ങൾക്ക് ഉപജീവനത്തിനുള്ള വഴികൾ ഉണ്ടാക്കി തന്നത് എന്നൊക്കെ അഭിമാനത്തോടെ പറയും. അതിൽ 100 ഇരട്ടി
അഭിമാനത്തോടെ പറയണ്ടേ, ഈ ലോകത്തിന്റെ അധിപതിയായ സാത്താന്റെ ഉപദേശങ്ങളാൽ ബന്ധിക്കപ്പെട്ട് ഈ ഭൂമിയിൽ മരിച്ച് മണ്ണടിഞ്ഞു പോകേണ്ട എന്നെ സ്വർഗത്തിൽ ഇരുത്തുവാൻ വേണ്ടി എനിക്ക് വേണ്ടി രക്തം ചിന്തിയ എന്റെ യേശുവാണ് എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഒരർത്ഥവുമില്ല. കാരണം നിങ്ങൾക്കല്ല ഇതറിയാം. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നവരാ. നിങ്ങളോട് ഞാൻ ഹോരം പ്രസംഗിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ പിതൃഭവനത്തിന്റെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ബന്ധനം ഉണ്ടാകുമ്പോൾ ധൈര്യത്തോടെ പറയാൻ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഞങ്ങളുടെ കൂട്ടിയാനിക്കൽ കുടുംബയോഗം ഉണ്ടായിരുന്നു, ചങ്ങനാശ്ശേരി വെച്ചാണ്. അപ്പം അവിടെ ചെന്നിരുന്നപ്പോൾ ഞാൻ കുടുംബയോഗമല്ലേ, മറ്റൊരു വിഷയമൊന്നുമില്ല, അവിടെ കുർബാനയൊക്കെയുണ്ട്, ഞങ്ങളങ്ങോട്ടൊന്നും പോയില്ല, ഹാളിൽ പോയിരുന്നു. കുടുംബയോഗത്തിൻ്റെ മീറ്റിംഗ് അവിടെ തുടങ്ങിയപ്പോൾ ഒരു കൂട്ടിയാനിക്കാരനെ എനിക്ക് അത്ര പരിചയമില്ല, എൻ്റെ അടുത്ത് വന്നിരുന്നു. പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ വചനത്തിലേക്ക് കിടന്നു. വചനം പറഞ്ഞു തുടങ്ങിയ പുള്ളി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പറഞ്ഞു. പക്ഷേ ആ ബന്ധനം വിടാൻ അവർക്ക് കഴിയുന്നില്ല. എവിടെ ഏത് സമൂഹത്തിൽ ചെന്നാലും ഞാനൊരു ദൈവമകനാണെന്ന് സാക്ഷ്യം പറഞ്ഞാൽ മാത്രം പോരാ, നമ്മളുടെ പ്രവൃത്തിയിലും അതുണ്ടാകണം. കാരണം നമ്മുടെ സഹോദരങ്ങൾ തരുന്ന സ്നേഹം നമ്മുടെ ആത്മാവിന്റെ നാശത്തിനാണെങ്കിൽ, കാരണം എൻ്റെ അനിയൻ അച്ഛൻ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ കൂടും. പുള്ളിയുടെ ഒരു ആഗ്രഹമാണ്. കാരണം പുള്ളി 2-3 കൊല്ലം കൂടുമ്പോഴാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര മേളമെന്ന് പറഞ്ഞാൽ മദ്യവും കോലി എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങളവിടെ ചെന്നാൽ ഇതിനൊന്നും പങ്കെടുക്കുക. അത്യാവശ്യം ചെന്നു, അതിൻ്റെ എല്ലാവരും കൂടെ കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ വഴിക്ക് പോയി. അപ്പോൾ അളിയന്മാർ വന്നിട്ട് എന്നെ വളരെ ശക്തമായിട്ട് നിർബന്ധിക്കും. ഭയങ്കര ലോകത്തിലിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട്, വല്ലപ്പോഴും അല്ലേ ഉള്ളൂ ഒരു സ്മോള്. ഞാൻ പറഞ്ഞു ചെയ്യാം, നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യാം, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുമോ? നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അല്പസമയത്തേക്കുള്ള സുഖങ്ങളാണ്, അല്ലെങ്കിൽ ക്ഷണനേരത്തെ സന്തോഷമായി. ഈ സന്തോഷത്തിൽ നിന്ന് തന്നെ ചിലപ്പം സങ്കടത്തിലേക്കും തിന്മയിലേക്കും വഴുതിപ്പോകും. അതിൽ നിന്ന് വിടുവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അപ്പോൾ അവരുടെ ആ മുറുക്കയുള്ള കെട്ടിപ്പിടത്തിൽ തന്നെ അങ്ങ് അയ്യും. നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇതായിരിക്കണം. അതുപോലെ നമ്മളുടെ ജീവിത വഴികളിൽ എല്ലാ തലങ്ങളിലും സാക്ഷ്യമുള്ളവരായിരിക്കണം. കുടുംബജീവിതം നടത്തുന്നവർ കുഞ്ഞുങ്ങൾക്ക് നല്ല ശിക്ഷണവും നല്ല സാക്ഷ്യവും നൽകണം. ഇന്ന് ലോകത്തിന്റെ നിയമപ്രകാരം കുഞ്ഞുങ്ങളെ ഒന്ന് വഴക്ക് പറയാൻ പോലും നിയമപരമായിട്ട് അനുവദിക്കുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ബാലന് ബാലശിക്ഷ നൽകി, ശിക്ഷണവും ശിക്ഷയും രണ്ടാ കേട്ടോ. ശിക്ഷണമെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ശിക്ഷണം. ശിക്ഷ എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന തെറ്റ് അല്ലെങ്കിൽ ഈ ശിക്ഷണത്തിന് വിരുദ്ധമായി ചെയ്യുന്ന കാര്യം ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്തേച്ച് അതിന് കൊടുക്കുന്ന തല്ലിനാണ് ശിക്ഷ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ശിക്ഷണം മാത്രം, കുഞ്ഞുങ്ങളെ അങ്ങ് ലാളിച്ച് കൊഞ്ചിച്ചാ ശിക്ഷിക്കുന്നത്. കുട്ടിയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ മര്യാദയ്ക്ക് അവിടെ ഇരിക്കണം, ഈ ഏറ്റുനടപ്പ് വേണ്ട. സ്കൂളിൽ ക്ലാസ്സിൽ ഏറ്റുനടത്താൻ സമ്മതിക്കുമോ? ടീച്ചർ നമ്മളോട് ഒരു ആവലാതി പറയട്ടെ, കൊച്ചു സ്കൂളിൽ വന്നാൽ മര്യാദയ്ക്ക് ഇരിക്കുകയല്ല, ഏറ്റു നടക്കാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ക്ലാസ്സിൽ വന്നാൽ കൊച്ചു അടങ്ങിയിരിക്കുകയില്ല, അല്ലെങ്കിൽ കൊച്ചു ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാം, അല്ലെങ്കിൽ വിശക്കുന്നെന്ന് പരാതിയാ. നമ്മൾ ആരെങ്കിലും കൊച്ചിനെ സപ്പോർട്ട് ചെയ്യുമോ? ഇല്ല. മോളെ അത് അങ്ങനെ ചെയ്യരുത്, അല്ലെ മോനെ അങ്ങനെ ചെയ്യരുത്, അത് മര്യാദയ്ക്ക് കഴിക്കണം, നിങ്ങൾക്ക് ഇന്റർവെൽ അനുവദിക്കുമ്പോഴേ പോകാവുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കും അല്ലേ? ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോഴോ നമ്മൾ എന്താ നൽകുന്ന ശിക്ഷണം? കുഞ്ഞുങ്ങൾ ജോലിക്ക് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ട്, പക്ഷേ അത് സാധാരണയിൽ കൂടുതലായിട്ടാണ് ചെയ്യുന്നെങ്കിൽ കാരണന്മാരതിൽ കർശനമായിട്ട് പറയണം, അത് പറ്റത്തില്ല. ടോയ്ലറ്റിൽ പോകേണ്ടവർ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ.
ഇവിടെ ഇപ്പം വന്നവരെ ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാവുന്നത് അല്ലേ? വിശന്നിട്ട് ആരെങ്കിലും ഇവിടെ തളർത്തും കൊണ്ട് പോവോ? ഇല്ല. ആ കാര്യത്തിലൊക്കെ നമ്മൾ എന്തുള്ളവരാകണം? നമ്മൾ യേശുവിന്റെ സാക്ഷികളാകണം. കുഞ്ഞുങ്ങൾക്ക് അതിനാ കാര്യത്തിൽ നല്ല കർശനമായ ശിക്ഷണം നൽകണം. അനുസരിച്ചില്ലെങ്കിൽ നല്ല പൊട്ടെന്ന് അടി വെച്ച് കൊടുക്കണം. പോലീസ് പിടിച്ചാൽ പിടിച്ചോട്ടെ. എൻ്റെ കാഴ്ചപ്പാട് അത് തന്നെയാണ്. കാരണം നാളെ പോലീസ് പിടിച്ചിട്ട് നാളെ നമ്മളുടെ ശിക്ഷയുടെ കുറവ് കൊണ്ട് പോലീസ് പിടിച്ചവരെ ശിക്ഷിക്കേണ്ടി വന്നാലോ, അല്ലെ നാട്ടുകാർ ശിക്ഷിക്കേണ്ടി വന്നാലോ, പിന്നെ എന്തിനാ? അപ്പം ചോദിക്കും, താൻ എന്തിനാടോ തന്ത എന്നെ വളർത്തിയെന്ന് ചോദിക്കും ഈ മക്കള്. ലോകക്കാരുടെ ഇടയിൽ അങ്ങനെയാ. ഇന്ന് കുഞ്ഞുങ്ങളോട് ഒന്നും പറയാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഇഷ്ടത്തെ, ആ ഇഷ്ടത്തെയൊക്കെ നമ്മൾ മാനിക്കണം. പക്ഷേ അത് അമിതമാകരുത്, അനിഷ്ടവുമാകരുത്. നമ്മൾ ശിക്ഷണം കൊടുത്തില്ല പിന്നെ ആര് കൊടുക്കുന്നേ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശിക്ഷണം കൊടുത്തില്ലെങ്കിൽ പിന്നെ ആര് കൊടുക്കും? അയൽവാസികൾക്കൊന്നും ഒരു കാര്യമില്ല. അയൽവാസികൾ എന്നല്ല, നമ്മുടെ സഹോദരങ്ങളെ പോലും അവർക്കൊരു വിഷയമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യം നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഉറപ്പുണ്ടായിരിക്കണം എന്നെ വിളിച്ചത് ആരാണെന്നും, എന്നെ എങ്ങനെ വീണ്ടെടുത്തെന്നും, എന്നെ എന്തിന് വീണ്ടെടുത്തെന്നും, ഈ ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കാൻ, പിതാവിന്റെ നാമത്തെ മഹത്വീകരിപ്പാൻ കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന അതാ അല്ലേ? പെന്തക്കോസ്തുകാർ പ്രാർത്ഥിക്കുക എന്നാ പറയുന്നത്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. കാരണം എന്നാന്നറിയാവോ? അത് നമ്മൾ ഓർത്തിരിക്കാനാ. അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം. എങ്ങനെ വരണം? എങ്ങനെ വരണം? ഈ വക്രത നിറഞ്ഞ തലമുറയിൽ നിങ്ങളെ തന്നെ നിർമ്മലരും വിശുദ്ധരുമായി സൂക്ഷിച്ചുകൊണ്ട്, വക്രനോട് വക്രതയോടെയല്ല, ദോഷം ചെയ്യുന്നവർ പകരം ദോഷം ചെയ്തല്ല, ദേഷിക്കുന്നവരെ ദേഷിച്ചിട്ടല്ല, പീഡിപ്പിക്കുന്നവരെ പീഡിപ്പിച്ചിട്ടല്ല. ഇതാണ് ദൈവിക രാജ്യം, അല്ലെങ്കിൽ ദൈവിക ഹിതം, അല്ലെങ്കിൽ ദൈവിക തേജസ് ദൈവമക്കളിൽ ഉണ്ടാകുന്നത്. പത്രോസ് അപ്പോസ്തലൻ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അനുഗ്രഹം അവകാശമാക്കുവാൻ 1 പത്രോസിന്റെ 3-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യമാണെന്ന് തോന്നുന്നു. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുള്ളവരുമായി. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിക്കും. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം പറയാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടതെന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. ആമേൻ, ആമേൻ. വായിച്ചിട്ട് നമ്മൾ എന്ത് ഗ്രഹിച്ചു? വായിച്ചിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്നതാ. തീർച്ചയായി എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിക്കും. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവർ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. ഈ ഭാഗമൊക്കെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് എത്രത്തോളം പ്രാവർത്തികമാകുന്നു. അപ്പോസ്തലൻ അതിന്റെ താഴോട്ട് ഇനി വന്നിട്ടൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്നതാ? നീതിമാന്മാരുടെ കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ
ഏതാ? ദ്രോഹം ചെയ്യുന്നവനെ ദ്രോഹിക്കാതെ, പീഡിപ്പിക്കുന്നവനെ പീഡിപ്പിക്കാതെ, നാവ് കൊണ്ട് കളവ് പറയാതെ, അതരം കൊണ്ട് വഞ്ചന പറയാതെ, ഹൃദയത്തിൽ വഞ്ചന നിരൂപിക്കാതെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചില പ്രതികൂലങ്ങളുണ്ട്, ചില പ്രയാസങ്ങളുണ്ട്, ഇല്ലേ? ഇല്ലേ? ഉണ്ട്. നമ്മളോട് ചിലപ്പോൾ ഇന്ന് തരാം, നാളെ തരാമെന്ന് പറഞ്ഞ് ചിലപ്പോൾ സഹായം ചെയ്യും, പൈസ വായ്പ ചോദിക്കും, അല്ലേ? തിരിച്ചു തരികയേയില്ല. അപ്പം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലേ? നമുക്കതൊരു പ്രയാസം ഉണ്ടാവും. പക്ഷെ ഇവിടെ അപ്പോസ്തലൻ അതിന് പ്രതികൂലമായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാവോ? നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ചെവി തുറന്നിട്ടുണ്ട്. അവന്റെ കണ്ണ് ആരെയാ? നീതിമാന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴ് ഈ വായ്പ മേടിച്ചിട്ട് തിരിച്ചു തരാത്തവൻ അതുകൊണ്ട് നമ്മളെ പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ അതിന് തക്ക നീക്കുപോക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രയാസം നമ്മളിൽ ഉണ്ടാകാതെ നമുക്ക് വേണ്ടത് തരാൻ ആരാ? കർത്താവ്, അപ്പൻ. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാ, അല്ലേ? എല്ലാ തരത്തിലും അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. എന്ത് ചെയ്യണമെന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അനുഗ്രഹിക്കുന്നവര് ആകണം. ഞങ്ങളുടെ തൊട്ട അയൽപക്കത്തൊരു വീടുണ്ട്, പിന്നോയ്ക്കറിയാമായിരിക്കും, തുണ്ടത്തിലെ. ഇപ്പം അറിയത്തില്ല, അന്ന് തുണ്ടക്കാരുടെ അല്ല. 3 മക്കളും അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയുണ്ട്. ആ വീട്ടിൽ എന്നും ഈ പിള്ളേരോട് ഭയങ്കര, നീ ഒന്നും ഗുണം പിടിക്കുക, നീയൊക്കെ അങ്ങനെയാ, നിന്നെയൊക്കെ വെറുതെ വളർത്തുന്ന, നീ ഒന്നും നന്നാകുകയില്ല. ഈ അപ്പനും അമ്മയും കൂടി കൊച്ചുമക്കള്. കാരണം അപ്പൻ പള്ളിയിലെ കപ്പ്യാരും ഓട്ടോയും ഒക്കെ ആയിട്ട് പുള്ളിക്ക് തിരക്ക്, അമ്മ പഞ്ചായത്ത് മെമ്പറും അതുകൂടെ ഹരിതകർമ്മസേനയുടെ ആളും ഒക്കെ ആയിട്ട് അമ്മയ്ക്കും തിരക്ക്. അപ്പം ഈ വീട്ടിൽ 3 പശുക്കളും 5-6 ആടും ഈ വല്യപ്പനും വല്യമ്മയുണ്ട്. ഈ പിള്ളേർ വേണം ഇതിനെല്ലാം മാനേജ് ചെയ്യാൻ. ഇത് ഞാൻ എന്നും വൈകിട്ട് ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ വൈകിട്ട് എൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിൽ ഇറങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ നല്ലപോലെ കേൾക്കാം. ഞാനിതിങ്ങനെ കേട്ടോണ്ടിരുന്നു. ഒരു ദിവസം ഞാനും വെപ്പാമത്തെയും കൂടെ, വെപ്പാമം താമസിക്കുന്ന അറിയാവോ? ജയൻ്റെ വീട് അറിയത്തില്ല. അവിടെ പോയിച്ച് തിരിച്ചു വരുമ്പം ഈ അപ്പനും അമ്മയും കൂടെ വഴിയിൽ നിന്ന് പുലിയെത്തും. ഞാൻ ചോദിച്ചു, പുലിയത്തൊക്കെയാണ്, എന്നാ വിശേഷം, എന്നാ ചെയ്യാനാ? ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്? നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ പശുവിന് പുല്ലും ചെത്തി അതിനെ കറന്ന് പാലും കൊടുത്ത് നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തേച്ച് നിങ്ങളുടെ മക്കളോട് എന്നാന്നാ പറയുന്നത്? നിങ്ങൾ ഒരിക്കലും പണം പിടിക്കരുത്. മക്കൾ ഒരിക്കലും പണം പിടിക്കാൻ, അത് പിന്നെ അത് പറഞ്ഞു കേട്ടിട്ടില്ല. അതായത് നമ്മൾ ആരെയും, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോട് നീ ചൊവ്വാകരെന്ന് പറയരുത് ഒരു കാരണവശാലും. ചിലപ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ കയറുമ്പം തോന്നുമായിരിക്കാം. പക്ഷെ അവരോട് പറയണം, മക്കളെ ചെയ്തത് തെറ്റാണ്, തിരുത്തണം എന്ന് പറയാം. പക്ഷെ നീ നന്നാകുകയല്ല, നീ ഗുണം പിടിക്കാറ്, നീ എതിലേ പോയാലും ചൊവ്വാകരുത്. കാരണം എന്നാന്നറിയാവോ? നമ്മൾ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, അത് ഉറപ്പാ. കാരണം എന്നാന്നറിയാവോ? ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, നമ്മുടെ മിടുക്കുകൊണ്ടല്ല, നമ്മുടെ എന്തേലും ശ്രേഷ്ഠത കൊണ്ടല്ല. എന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, അതിനാൽ ഞാൻ നിങ്ങളെയും അനുഗ്രഹിക്കും. അപ്പൊ നമ്മൾ അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർ, നമുക്ക് എന്തെങ്കിലും ദോഷം ചെയ്തവര്, നമ്മൾ മാറേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നല്ല, നിങ്ങളും ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു. എപ്പോഴാ നമ്മുടെ രക്ഷകനെ യേശുവിനെ കണ്ടെത്തി വിശ്വാസത്തിലേക്ക് വന്ന കാലത്തൊക്കെ നമുക്കൊട്ടൊരു ദോഷം ചെയ്ത പകരം എങ്ങനെ പാര വെക്കാം, അവനിട്ട് എങ്ങനെ ഒരു 8ന്റെ പണി കൊടുക്കാം, അല്ലേ? ഇപ്പൊ 8 പോയി 16ന്റെ പണി എങ്ങനെ കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന സ്വഭാവമായിരുന്നു നമുക്ക്. നിങ്ങളെ അങ്ങനെ ബാധിച്ചിട്ടില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനും വലിയ വിശുദ്ധനല്ലേ, ഞാൻ വചനം അറിഞ്ഞ് യേശുവിനെ അറിഞ്ഞ് വിശ്വാസം ജീവിതം നയിക്കുന്നവനാ. അപ്പം എന്നെ ദ്രോഹിക്കുന്നവനെ, പക്ഷേ വചനം നമ്മളുടെ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ജീവന്റെ വചനം നമ്മളെ പ്രകാശിപ്പിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഈ സത്യങ്ങളൊക്കെ അറിയുകയും നമ്മൾ എന്ത് ചെയ്യുന്നത്?
അനുദിനം മാനസാന്തരപ്പെടുകയും ചെയ്തു. നമ്മളെല്ലാം മാനസാന്തരപ്പെട്ട് വിശുദ്ധിയിൽ തികഞ്ഞ് ഇപ്പം സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്നവരാ. പക്ഷെ തിരുവചനത്തിലൂടെ നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോഴാണ് നമ്മൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടേണ്ട കാര്യങ്ങൾ എവിടെയെല്ലാം കിടക്കുന്നു. നാവ് ഒരിക്കലും എന്താ ശുഭകരം കാണാൻ ഇച്ഛിക്കുകയും ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അതിലത്തെയും. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വ്യാജം പറയുന്നവരാണ്. ചുമ്മാതെ ഒരു തള്ളം അല്ലേ, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് അങ്ങനെയുണ്ട് ഉണ്ടെന്നേ. പക്ഷേ പല കാര്യങ്ങളിലും പറയുമ്പോൾ ആർക്കും ദോഷമൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു വ്യാജം, ചെറിയ ചെറിയ നുണകൾ. പക്ഷെ ദൈവമക്കൾക്ക് ഇതൊന്നും അനുവദനീയമല്ല. വചനം അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഇതൊന്നും അനുവദനീയമല്ല. പിന്നെ എന്നെ ചിന്തിപ്പിച്ച് ഈ അടുത്ത ദിവസം ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ നിങ്ങൾ. കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യലേഖനത്തിലാണ് 4-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. നമ്മൾ ശരിക്കും സാത്താന്റെ തന്ത്രങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? നമ്മളെല്ലാം സാത്താനോട് പോരാടി അങ്ങനെ ജയപ്പെടുത്തി നിൽക്കുന്നവരാ. പക്ഷെ യഥാർത്ഥത്തിൽ സാത്താന്റെ തന്ത്രം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്? മിക്കവാറും അതിന് സാധ്യത കുറവാണ്. അത് നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ സാത്താനേക്കാളും, കാരണം നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളതിനേക്കാളിൽ വലിയവൻ ശക്തനൊക്കെ ആണെന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ നിൽക്കുക. പക്ഷെ ഇവന്റെ തന്ത്രത്തിൽ നമ്മൾ പെട്ടുപോകും. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ മൈജിയുടെ പരസ്യം. എല്ലാ വീട്ടിലും ഒരു വാഷിംഗ് മെഷീൻ. പരസ്യം കണ്ടപ്പം ഒരു ദോഷവും തോന്നിയില്ല. അപ്പോൾ ഒരു മോഹം നമ്മുടെ ഉള്ളിൽ ജനിച്ചു. എന്നാ ഒരു വാഷിംഗ് മെഷീൻ വീട്ടിൽ മേടിക്കുന്ന മോശമാണെന്നല്ല ഞാൻ പറഞ്ഞേ. ഇങ്ങനെ ചില മോഹങ്ങൾ നമ്മളെ ഹൃദയത്തിലേക്ക് തരും. ആര്? സാത്താൻ. നമുക്കൊരു നല്ല വീട്, അല്ലെങ്കിൽ വീട്ടിലെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ, അല്ലെങ്കിൽ ഒരു വണ്ടി, ജോലി വരും, ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മോഹങ്ങൾ നമ്മളെ ഹൃദയത്തിലേക്ക് തരുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയോടെ, എന്താ? സാത്താന്റെ തന്ത്രവും. രണ്ടാമതൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ വലിയ പ്രാസംഗികൻ, നിങ്ങളൊക്കെ വെറും കേൾവിക്കാരൻ. അപ്പൊ എന്തുണ്ടായി? എൻ്റെ ഹൃദയത്തിലൊരു കുഞ്ഞ് എന്തുണ്ടായി? അഹങ്കാരം. ഒരു കുഞ്ഞ് അഹങ്കാരം. ഞാനോ അല്ലേ? അപ്പൊ എന്ത് പറ്റി? സാത്താന്റെ ആ തന്ത്രവും എന്നിൽ ഫലിച്ചു. പിന്നെ സഹോദരങ്ങൾക്കാർക്കെങ്കിലും ഒരു നല്ല എന്തെങ്കിലും ഒരു നന്മ, ആ കൊള്ളാം കേട്ടോ, നല്ലതെന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളില് ഒരു കുഞ്ഞസൂയ ഇല്ലേ? ഒരു കുഞ്ഞസൂയ. ഇങ്ങനെ സാത്താന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാല് ദൈവവചനത്തിൽ നിന്ന് വിരുദ്ധമായി നമ്മളുടെ ഹൃദയത്തിൽ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് സാത്താന്റെ തന്ത്രങ്ങൾ. എന്ന് പറഞ്ഞാൽ കളവ് പറയാതിരിക്കണം, ആർക്കും എതിരെ ദോഷം ചിന്തിക്കരുത്, ദോഷം പറയരുത്, അനുഗ്രഹിക്കുന്നവരായിരിക്കണം നമ്മള്. ഇങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മളുടെ മുമ്പിൽ ഉള്ളപ്പോൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടരുത്. ദൈവത്തിന്റെ വാഗ്ദത്തമാ. നമുക്കൊരു ചെറിയ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാലോ, അപ്പൊ നമ്മുടെ ഹൃദയത്തില് ഒരു ഭാരം കടന്നു വരും. എന്താണെന്നറിയാവോ? സാത്താന്റെ തന്ത്രവാ. ഭാരപ്പെടരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഭാരപ്പെടണ്ട. കാരണം ആ ഭാരപ്പെടരുതെന്ന് പറഞ്ഞവനോട് പറയണം, എനിക്കിന്ന പ്രയാസമുണ്ട്, എൻ്റെ കർത്താവ് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭാരപ്പെടണ്ടെന്ന്. ചിലപ്പം കുറച്ച് ദിവസങ്ങൾ അതിൻ്റെ വിഷമങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ജോലി സഹോദരൻ അനുഭവിച്ച പോലെ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ മാതൃ സഹോദരൻ അനുഭവിക്കുന്ന പോലെ ശരീരത്തിൻ്റെ ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെ കുറച്ച് ദിവസം നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം?
ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെന്ന് നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചിട്ട് നമ്മൾ വിശ്വസ്തയോടെ നിൽക്കണം. വിശ്വസ്തരോട് അവൻ വിശ്വസ്തൻ, വിശ്വസ്തരോട് അവൻ വിശ്വസ്തനാ. പലപ്പോഴും ഈ സാത്താന്റെ തന്ത്രങ്ങളിൽ പെട്ടിട്ട് സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നമ്മൾ തുച്ഛീകരിച്ചു കളയും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ തുച്ഛീകരിച്ചു കളയും. അപ്പോൾ നമ്മൾ എന്ത് പറ്റും? നമ്മൾ നിൽക്കുന്ന ആത്മാവിന്റെ ബലം അല്ലെങ്കിൽ ദൈവശക്തിയിൽ നമുക്ക് ചോർച്ച സംഭവിക്കും. അങ്ങനെ ചോർച്ച സംഭവിച്ച് പയ്യെ 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 എന്ത് പറ്റും? എന്ത് പറ്റും? ഇവന്റെ ആലോചന നമ്മളുടെ ബുദ്ധിയിലേക്ക് കയറും. അപ്പോൾ നമ്മൾ ആ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് തിന്നാൻ തുടങ്ങും, ഇല്ലേ? അന്നേരം ഇപ്പം മാധ്യസാറിന് ഈ പ്രഷർ കൂടുന്നു കുറയുന്നു, പ്രത്യേകിച്ച് എന്താണെന്ന് അറിയത്തില്ല. ഹൃദയത്തിൽ സാത്താനൊരു ചിന്ത തരും, ഞാൻ എത്ര വർഷമായി കർത്താവേ എല്ലാം വിട്ട് നിന്റെ വചനവും കേട്ട് നിന്നിൽ വിശ്വസിച്ച് നിൽക്കുന്നത്, എന്നിട്ടും ദൈവാത്മാവിന്റെ ചിന്തയാണ്, മകനെ നീ ഇപ്പോൾ ഈ ഭാരം പ്രയാസം അനുഭവിക്കുമ്പോൾ നീ എൻ്റെ കരങ്ങളിലാണ്, നിന്നെ ഞാനാ വഹിക്കുന്നത്, നീ അവിടെ സന്തോഷത്തോടെ ഇരുന്നാൽ മതി. ഞാൻ പറഞ്ഞിരിക്കുന്നവരെ എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രത്തോടെ അറിയിച്ചാൽ മാത്രം മതി. പക്ഷെ സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ എന്ത് തരും? നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് നമ്മൾ ഭക്ഷിച്ചിട്ട് അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങും. ഇക്കാലം അത്രയും വർഷങ്ങളായിട്ട് എനിക്ക് ഭൗതികമായിട്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിരുന്നു, എന്നിട്ട് ഞാനതെല്ലാം വിട്ടിട്ട്. പക്ഷെ അപ്പസ്തോലൻ ഒരു പരാതിയും പറഞ്ഞില്ല. അപ്പസ്തോലനെ സഹിച്ച ആ സഹനത്തെക്കുറിച്ച് വായിച്ചു കേൾപ്പിച്ചില്ലേ? ഒരു പരാതിയും പറഞ്ഞില്ല. ഇതെല്ലാം യേശുവിന് വേണ്ടി, അതായത് അപ്പസ്തോലൻ പറയുന്ന യേശുവിന്റെ ശരീരത്തിൽ പൂരിപ്പിക്കാത്തത് ഞാൻ എൻ്റെ ശരീരത്തിൽ സഭയ്ക്ക് വേണ്ടി പൂരിപ്പിക്കുന്നു എന്നാണ് അപ്പസ്തോലൻ പറയുന്നത്. ആ അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നു വന്നെങ്കിലേ നമ്മൾ എന്താകുള്ളൂ? യേശു എന്ന തലയോളം വളരുകയുള്ളൂ. യേശു എന്ന തലയോളം വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്താകാൻ പറ്റുള്ളൂ? സ്വർഗത്തിൽ നമുക്ക് ഒരുക്കപ്പെട്ട ഭവനത്തിൽ വാസം ചെയ്യുകയും യേശുവിൻ്റെ രാജ്യത്തിൽ ഈ ഭൂമിയിൽ യേശു ഭരിക്കുമ്പോൾ യേശുവിനോട് കൂടെ ഈ ഭൂമിയെ ഭരിക്കുവാന് നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് ഈ ഭൂമിയിൽ രണ്ടാമത് വസിക്കാൻ വരും. കാരണം യേശുവിന്റെ ജനനത്തിലുള്ള വാഗ്ദത്തമാ, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് ഞാൻ കൊടുക്കും. ഈ ഭൂമിയിൽ യേശു ജീവിച്ചിരുന്ന കാലത്ത് ഒരു സിംഹാസനത്തിലും വരുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവൻ വീണ്ടും ഈ ഭൂമിയിൽ രാജാവായി 1000 ആണ്ട് വാഴും. 1000 ആണ്ട് വാണിട്ട് ഈ ദുഷ്ടനെയും പഴയ പാമ്പായ സർപ്പത്തായ സാത്താനെയും സാത്താന്റെ സഹായികളായ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിലേക്ക് എന്നേക്കും തള്ളിയിടും. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പോഴുള്ള ഭൂമി ആകാശവും മാറിപ്പോവും, ഭൂമി വെന്തൊഴിയും. എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇറങ്ങി വരും. ആ ഭൂമിയിൽ പുതുവാന ഭൂമിയിൽ നമ്മൾ യേശുവിനോട് കൂടെ യുഗായുഗം വാഴും. ഇതാണ് നമുക്കുള്ള വാഗ്ദത്തം. ഇത് നമുക്ക് വിശ്വസിക്കണം. പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധരല്ല ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ ആ ദൈവമക്കളുടെ അധികാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ഈ ലോകത്തിന്റെ അധികാരത്തിലല്ല, ദൈവരാജ്യത്തിന്റെ അധികാരത്തിലുണ്ടാവണം. കാരണം മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിച്ച ദൂതൻ പോലും സാത്താനോട് എന്താ പറഞ്ഞേ? യഹോവ നിന്നെ വത്സിക്കട്ടെ. നമ്മളിന്ന് അങ്ങനെയല്ല. നമ്മളിന്ന് പലരെയും ഭത്സിക്കുന്നവരും പലരെയും ശവിക്കുന്നവരും കുറ്റം വിധിക്കുന്നവരും നാവുകൊണ്ട് കൊരള പറയുന്നവരും, അങ്ങനെ ദൈവത്തിൻ്റെ വചന വാഗ്ദത്തങ്ങൾ നമ്മളിൽ പ്രാപിപ്പാൻ കഴിയാത്ത വിധം സാത്താൻ്റെ തന്ത്രങ്ങളെ വിവേചിക്കാൻ കഴിയാതെ അവന് പയ്യെ
അവൻ പിന്നെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായ വിടുതലുണ്ടാകുവാൻ നമ്മളെ ദത്തെടുത്ത അവകാശം. അതിൻ്റെ ബാക്കി കൂടെ ഒന്ന് വീട്ടിൽ പോയി വായിച്ചോണം കേട്ടോ. അതിൻ്റെ വേണേൽ പറയാം ഞാൻ എന്തൊക്കെയാണ് നമുക്ക് സ്വർഗത്തിൽ ഏറ്റവും നല്ലതായി തന്നിരിക്കുന്നത്. ലേഖനം 1-ാം അധ്യായത്തിൽ മുൻനിയമിച്ചു, ദത്തെടുത്തു, പാപമോചനം എന്ന വീണ്ടെടുപ്പ് തന്നു, ജ്ഞാനവും വിവേകവും നൽകി, ദൈവഹിതത്തിൻ്റെ മർമ്മം, അതായത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്ന മർമ്മം നമുക്ക് വെളിപ്പെടുത്തി, അവനിൽ നാം അവകാശം പ്രാപിച്ചു. പിന്നെ തൻ്റെ സ്വന്തം ജനത്തിന് വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പൂഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയും ഇട്ടിരിക്കുന്നു. ഇതാണ് നമുക്കായിട്ട് കരുതിയ ഏറ്റവും നല്ലൊന്ന്. മനസ്സിലായോ? ലോകസ്ഥാപനത്തൊക്കെ തിരഞ്ഞെടുത്തു, ക്രിസ്തയേശുവിൽ നമ്മളെ ദത്തെടുത്തു, അവൻ്റെ രക്തത്താൽ പാപം മോചിച്ചു, ജ്ഞാനവും വിവേകവും തന്നു, മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ യേശു നമ്മളിൽ, ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്ന മർമ്മം വെളിപ്പെടുത്തി, അവനിൽ നാം അവകാശം പ്രാപിച്ചു, പരിശുദ്ധാത്മാവെന്ന മുദ്രയും തന്നു. ഇതാണ് ആരാ? മറ്റ് ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പിന്നെ പഴയ നിയമ വിശുദ്ധന്മാർ സഹിച്ച കഷ്ടതയെക്കുറിച്ച്, അവർ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി സഹിച്ച കഷ്ടതയെക്കുറിച്ച് പറഞ്ഞു വന്നിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മെ കൂടാതെ അവർ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ഏറ്റവും നല്ലൊന്ന് നമുക്കായി മുൻനിശ്ചയിച്ചു. ആ മുൻനിശ്ചയിച്ചു തന്ന ഇതൊക്കെയാണ്. ലോകസ്ഥാപനത്തിങ്കൽ ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു, അവൻ്റെ രക്തത്താൽ അവനെ നമ്മളെ വീണ്ടെടുത്തു, പാപമോചനം നൽകി, ജ്ഞാന വിവേകം നൽകി, ഇങ്ങനെ അവസാനം പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയും വെച്ചു. ഈ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന നടത്തിപ്പ് പ്രകാരം നമ്മൾ വിശുദ്ധ ജീവിതം നയിച്ച് യേശു എന്ന തലയോളം വളർന്നിട്ട് കറവാട്ടം ചുളുക്കം മാലിന്യമില്ലാതെ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മളെ നിൽപ്പാൻ തക്കവിധം വിശുദ്ധിയെ തികയാൻ ഈ വചനത്താൽ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.